ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചവഴുതനങ്ങ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. പാനിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു കഷ്ണം പട്ട, പിന്നെ 3 ഗ്രാമ്പു, ഒരു ഏലക്കായ, 2 ടീസ്പൂൺ വെളുത്ത എള്ള് ഇത്രയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ്. തണുത്ത ശേഷം നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഒരു സവോളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ നിറയെ സാമ്പാർ പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഏറ്റവും ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചിട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ വഴുതനയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളകും ചെറിയ ജീരകമൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വഴുതനങ്ങ ഉടഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇത്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.